ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ചാച്ചൻ താഴെ എത്തുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചു പറയും, എടി പിള്ളേരെ അവിടെ നിർത്തിക്കോ, ഞാൻ ദേ അവന്മാർക്കുള്ള സാധനങ്ങളായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പം തന്നെ ഞാൻ ദേ രണ്ടുപേരോടും പറയും, ദേ പപ്പ വരുന്നുണ്ട്, ഓടിപ്പോയി ഡോറ് തുറന്നു എന്ന്. ആ ഒരു ഓട്ടമാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. ഇപ്പം ഡെയിലി ഇത് തന്നെയാണ് പരിപാടി. ചാച്ചൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരും. ഇത്രയും നാളും അപ്പാപ്പൻ വരുന്നത് നോക്കിയാണ് അവിടെ നിന്നുകൊണ്ടിരുന്നത്. അപ്പാപ്പൻ വരുമ്പോൾ ഇതേപോലെ കവർ നിറച്ച സാധനങ്ങളൊക്കെ ഒരുക്ക് കൊണ്ടുവരാറുണ്ട്. ഇപ്പം ദേ ചാച്ചൻ വരുന്നത് നോക്കിയാണ് ഇവിടെ നിൽക്കണത് കേട്ടോ. അങ്ങനെ ആ ഡോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറാനുള്ള സാവകാശം പോലും രണ്ടും കൊടുക്കൂല. അപ്പോഴത്തേക്കും കവറിൽ എന്താണ് എന്നുള്ളത് നോക്കി ഓരോരുത്തർക്കായിട്ടുള്ളത് എടുത്തിട്ട് പോകട്ടോ. അമ്മക്ക് തരുമോ? താങ്ക് യു പറ. മേത്താ കണ്ടു കൊടുക്ക്. താങ്ക് യു. പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയതിൻ്റെ തുടക്കത്തെ ആക്രാന്തം മാത്രമേ ഉള്ളൂ. ഇവന്മാർ ഇതൊന്നും അധികം കഴിക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ കഴിക്കുന്ന എൻ്റെ കെട്ടിയോനുണ്ടല്ലോ, അങ്ങേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് മുഴുവനും വാങ്ങിച്ചിട്ട് വന്നത്. അങ്ങനെ പിള്ളേർക്ക് കൊടുത്തു എന്നുമായി, ചാച്ചൻ്റെ വയറ്റിൽ പോയി എന്നുമായി. എന്തൊക്കെ ബുദ്ധികളല്ലേ. ആരുടെ കാലോ കയ്യോ പോയിട്ടുണ്ട്? ആരുടെയാ? കിട്ടിയ കൊടുക്കാൻ വരെ നീയാ? ഏതമോനാണെന്നുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റിൻ്റെ കവറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവം കിട്ടിയ പോലെയാണ് കേട്ടോ. എല്ലാം കൂടി പൊട്ടിച്ച് ഇതേ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ചോദിച്ചപ്പോഴത്തേക്കും പപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ കുറേ നേരം പിന്നാലെ നടന്നാലാണ് ചെക്കൻ്റെ കയ്യിൽ നിന്നൊരു സാധനം നമുക്ക് കിട്ടുക. ഇതെന്തോ പെട്ടെന്ന് വേറൊരു മൈൻഡിലിരിക്കണ കാരണമാണോ എന്നറിയില്ല, കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബിസ്ക്കറ്റും കൂടി പൊട്ടിച്ചത് പുറത്തേക്ക് ഇട്ടിട്ട് അവന് ചട്ടി വേണം, കലം വേണം എന്നൊക്കെ പറഞ്ഞ് അവസാനം എന്ത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തോ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവന് ഈ കറിച്ചട്ടിയും സ്പൂണും കയ്യിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ചെക്കൻ ഭാവിയിൽ ഒരു ഷെഫ് ആവോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല. പിന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് സൈഡിൽ പോയി നിന്ന് കഴിക്കുന്ന ഡോണും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.